നമ്മുടെ സഭയ്ക്ക് ധാരാളം നേട്ടങ്ങളുണ്ട്, ധാരാളം വളർച്ചകളുണ്ട്. നമ്മുടെ സഭയ്ക്ക് എനിക്ക് തോന്നുന്ന നമ്മളൊക്കെ കരുതുന്നതിനേക്കാൾ കൂടുതൽ ഒരുപാട് ശക്തിയുണ്ട്, ഒരുപാട് സംഭാവനകളുണ്ട്. പക്ഷേ നമ്മുടെ സഭയ്ക്ക് കുറവുള്ള ഒരു കാര്യം, പ്രത്യേകിച്ച് കേരള സഭയ്ക്ക് കുറവുള്ള ഒരു കാര്യം, നമുക്ക് ഒരു മിഷണറി ചൈതന്യം ഇനിയും ഉണ്ടാകേണ്ടതുണ്ട്. ഇനിയും നമുക്കുണ്ടാകേണ്ട ഒരു വലിയ കൃപയാണ് ഒരു മിഷണറി ചൈതന്യം നമുക്കുണ്ടാകണം. ഈ മിഷണറി ചൈതന്യം എന്ന് ഞാൻ പറയുന്നത് എന്താണെന്നറിയാമോ? ഞാൻ ഒരിക്കൽ ഒരു തീവണ്ടിയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ കൂടെ അല്ലെങ്കിൽ ഞാൻ കണ്ടുമുട്ടാൻ ഇടയായിട്ടുള്ള ഒരു TTR, അദ്ദേഹം എൻ്റെ ടിക്കറ്റൊക്കെ ചെക്ക് ചെയ്തു, എന്നെ സ്വസ്ഥമായിട്ട് ഇരുത്തി, എന്നോട് വളരെ ഇഷ്ടത്തോടു കൂടെ പറഞ്ഞു, ഫാദർ ആണല്ലേ, ഫാദർ പോവാണല്ലേ, ഞാൻ ഈ യാത്രയിൽ ഫാദറിൻ്റെ കൂട്ടത്തിൽ TTR ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞേച്ച് അദ്ദേഹം ടിക്കറ്റുകളൊക്കെ ചെക്ക് ചെയ്ത ശേഷം എൻ്റെ അടുക്കൽ വീണ്ടും വന്നിരുന്നിട്ട് എൻ്റെ കയ്യിൽ ഒരു സ്ലിപ്പ് തന്നു. എന്നെ അത്ഭുതപ്പെടുത്തി. ആ സ്ലിപ്പ് ഞാൻ വിചാരിച്ചത് എന്താണോ ഈ സ്ലിപ്പ് എന്ന് വിചാരിച്ച് ഞാൻ ആ സ്ലിപ്പ് ഒന്ന് വായിച്ചു നോക്കിയപ്പോൾ അതിൽ 3 വാചകങ്ങളുള്ളൂ. ജീസസ് ലവ്സ് യു, ജീസസ് has saved you, believe in Jesus, you and your family will be saved. ഞാൻ തർജ്ജമ ചെയ്യേണ്ട കാര്യമില്ല. യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ജീസസ് ലവ്സ് യു. യേശു നിങ്ങളെ രക്ഷിച്ചിരിക്കുന്നു. സേവ്ഡ് യു. ബിലീവ് ഇൻ ജീസസ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. അപ്പം എനിക്ക് ഈ TTRനോട് ഇത്തിരി ഇഷ്ടക്കുറവ് തോന്നി. കാരണം ഞാനൊരു അച്ഛനല്ലേ, കത്തോലിക്ക സഭയുടെ നിയമം അനുസരിച്ചിട്ട് ഞാനൊക്കെ ഇതിൻ്റെ ഭണ്ഡാര സൂക്ഷിപ്പുകാരനാണ്. എൻ്റെ കയ്യിൽ ഇതൊക്കെ താക്കോലുള്ളത്. എന്നിട്ട് ഇയാൾ എൻ്റെ കയ്യിൽ തന്ന കടലാസ് എന്താണ്? ബിലീവ് ഇൻ ജീസസ്, യു ആൻഡ് യുവർ ഫാമിലി വിൽ ബി സേവ്ഡ്. അപ്പം ഞാൻ അദ്ദേഹത്തിനോട് പെട്ടെന്ന് പറഞ്ഞു, ചേട്ടൻ ഞാനൊരു അച്ഛനാണ്, ഇതിൻ്റെ ഒക്കെ മൊത്ത കച്ചവടക്കാരനാണ്. എന്നിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ ഇനി കർത്താവിൽ വിശ്വസിക്കണമെന്നൊക്കെ പറയുമ്പോൾ എത്രയോ പേര് വിശ്വസിക്കാത്തവർ ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. അവരുടെ അടുത്ത് പോയിട്ട് പറയും. ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, ഫാദറെ ഞാനൊരു സത്യം പറയട്ടെ, ഞാനൊരു TTR ആണ്. ഞാൻ ഇവിടെ എല്ലാവരുടെയും ടിക്കറ്റ് ചെക്ക് ചെയ്യുന്ന ആളാണ്. ഓൾ ഇന്ത്യ റെയിൽവേ ഹാസ് അപ്പോയിൻറ്റഡ് മീ ടു ചെക്ക് ദ ടിക്കറ്റ്സ്. ഞാൻ പറഞ്ഞു അതുപോലെ, പക്ഷേ Almighty God has appointed me in All India Railway to give tickets to heaven. ഫാദറെ, ഓൾ ഇന്ത്യ റെയിൽവേ എന്നെ ഈ തീവണ്ടിയിലേക്ക് വിട്ടിരിക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ടിക്കറ്റ് ഇല്ലാണ്ട് യാത്ര ചെയ്യണ്ടോ എന്ന് ചെക്ക് ചെയ്യാനാണ്. അത് റെയിൽവേക്കാരുടെ തന്ന ഡ്യൂട്ടിയാണ്. പക്ഷേ എന്നെ കർത്താവായ ഈശോ മിശിഹ ഈ തീവണ്ടിക്കകത്ത് TTR ആയിട്ട് വെച്ചിരിക്കുന്നത് ഇതിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും സ്വർഗത്തിലേക്ക് ടിക്കറ്റിൻ്റെ കാർഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അത്ഭുതപ്പെട്ടു പോയി. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഫാദറെ എൻ്റെ കാർഡിൻ്റെ ഒടുവിൽ നോക്കിയാൽ ഒരു ഫോൺ നമ്പറുണ്ട്. കുറേ പേര് എന്നെ കളിയാക്കുന്നവരുണ്ട്, കുറേ പേര് എന്നെ വിമർശിക്കുന്നവരുണ്ട്. ചിലർ വന്നിട്ട് എന്നോട് പറയാറുണ്ട്, ഗവൺമെൻറ്റിൻ്റെ കാശ് വാങ്ങിച്ചിട്ട് മാനസാന്തരത്തിൻ്റെ ജോലി ചെയ്യാനാണോ താൻ ഇതിനകത്ത് വന്നത്, തന്നെ തല്ലിക്കൊല്ലുന്നൊക്കെ പറഞ്ഞവരുണ്ട്. പക്ഷേ ഫാദർ, ഞാനൊരു കാര്യം പറയട്ടെ, ഈ കാർഡിൻ്റെ അകത്തുള്ള എൻ്റെ ഫോൺ നമ്പറിലേക്ക് ഒരു ദിവസം ഒരാൾ അല്ലെങ്കിൽ 2 ആൾ അല്ലെങ്കിൽ 3 ആൾ വിളിക്കും.
ഞാനൊരു കൊല്ലം ഈ നമ്പറിൽ എന്നെ വിളിച്ച ആളുകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ടുള്ള സൗഹൃദം സ്ഥാപിച്ച് അവരോട് ഞാൻ കർത്താവിനെ കുറിച്ച് പറഞ്ഞിട്ട് ഞാനൊരു കൊല്ലത്തിൽ 5 പേരെയെങ്കിലും കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് മാമോദീസ മുക്കിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? എനിക്ക് പറ്റിയിട്ടില്ല. 5 പേരെങ്കിലും ഒരു കൊല്ലം ഞാൻ കർത്താവിൻ്റെ സുവിശേഷത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. നിങ്ങൾ എന്നെ പന്തക്കുസ്തക്കാരനായിട്ട് കളിയാക്കും, നിങ്ങൾ എന്നെ ചിലപ്പോൾ ഭ്രാന്തനായിട്ട് കൂട്ടും. പക്ഷേ ഞാനൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. ഓൾ ഇന്ത്യ റെയിൽവേ ഹാസ് അപ്പോയിൻറ്റഡ് മീ ടു കൺട്രോൾ ദ ടിക്കറ്റ്സ്, but Almighty God has appointed me in All India Railway to give tickets to heaven. ആളുകൾക്ക് സ്വർഗത്തിലേക്ക് പോകാനുള്ള ടിക്കറ്റ് കൊടുക്കാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഒരു ഉപകരണമായിട്ടാണ് ദൈവം എന്നെ ഈ റെയിൽവേയിൽ ഞാൻ അദ്ദേഹത്തിനോട് പറഞ്ഞു, ചേട്ടന് ആരുടെ എന്തെങ്കിലും അടി കൊണ്ടുണ്ടോ? ചേട്ടനെ സർക്കാർ ആരെങ്കിലും രഹസ്യാന്വേഷണ പോലീസിനെ വെച്ചിട്ട് പരിശോധിച്ചിട്ടുണ്ടോ? ചേട്ടൻ എന്തെങ്കിലും തിക്താനുഭവം? പുള്ളി എന്നോട് പറഞ്ഞു, എന്നെ കളിയാക്കുന്നവരുണ്ട്, എന്നെ പ്രോത്സാഹിപ്പിക്കുന്നവരുണ്ട്. പക്ഷെ ഒരു കാര്യം എനിക്ക് കൃത്യമായിട്ട് പറയാൻ ആഗ്രഹമുണ്ട്. എന്നെ റെയിൽവേയിൽ തമ്പുരാൻ നിയമിച്ചിരിക്കുന്നത് ടിക്കറ്റ് ചെക്ക് ചെയ്യാൻ മാത്രമല്ല, മറ്റുള്ളവർക്ക് സ്വർഗത്തിലേക്ക് ടിക്കറ്റ് കൊടുക്കാനാണ്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം, നമ്മുടെ ദൗത്യം ഈ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ് എന്നും പറഞ്ഞിട്ട് സൗഖ്യം വാങ്ങിച്ചിട്ട് വീട്ടിൽ പോകലല്ല. നമ്മൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മൾ ഏതാണ്ട് കാര്യം നടക്കാനായിട്ട് ഇവിടെ വന്നു കൂടിയിട്ട് കാര്യം നടന്നു കഴിയുമ്പോൾ മൂട്ടിലെ പൊടിയും തട്ടി വീട്ടിൽ പോകാണ്. അല്ല, കർത്താവിനെ ജനക്കൂട്ടത്തിൻ്റെ നടുവിൽ വെച്ചിട്ട് ഒരു പാവപ്പെട്ട സ്ത്രീ, രക്തസ്രാവം പിടിച്ചവള്, കനാനായക്കാരി സ്ത്രീ നേരിട്ട് വന്നിട്ട് കർത്താവിൻ്റെ മുൻപിൽ ചോദിക്കാൻ ധൈര്യമില്ലാത്തത് കൊണ്ട് അവള് മനസ്സുകൊണ്ട് പറഞ്ഞൊരു കാര്യമുണ്ട്, ഇവൻ്റെ വസ്ത്രത്തിൻ്റെ വിതുമ്പിളിൽ തൊട്ടാൽ എനിക്ക് സൗഖ്യമുണ്ടാകും. ആരും അറിയാണ്ട് പത്രോസും തോമായും ആന്ത്രയോസും യോഹന്നാനൊക്കെ കർത്താവിന് ബോഡി ഗാർഡായിട്ട് കർത്താവിന് സുരക്ഷിതത്വം ഏർപ്പെടുത്തുന്നതിൻ്റെ ഇടയ്ക്കോടെ ഈ കാനാനക്കാരി സ്ത്രീ അവൻ്റെ വസ്ത്രത്തിൻ്റെ വിതുമ്പിളിൽ തൊട്ടു. ഉടനെ തന്നെ കർത്താവ് അവിടെ നിന്ന് കർത്താവ് പറഞ്ഞു, ആരോ എന്നെ സ്പർശിച്ചു, എന്നിൽ നിന്ന് ശക്തി ചോർന്നിരിക്കുന്നു. ഒളിച്ചു വെക്കാൻ നിർഭാഗമില്ലാത്തത് കൊണ്ട് ആ പാവപ്പെട്ട സ്ത്രീ കർത്താവിൻ്റെ മുൻപിൽ വന്നിട്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ട് പറഞ്ഞു, കർത്താവേ, ഞാനാണ് നിന്നെ തൊട്ടത്. കർത്താവ് പറഞ്ഞു, മകളെ എഴുന്നേൽക്കുക, പോയിക്കൊള്ളുക, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമുക്ക് എല്ലാം തമ്പുരാൻ്റെ കയ്യിൽ നിന്ന് കിട്ടണമെന്ന ആഗ്രഹമുണ്ട്. പക്ഷേ നമ്മൾ തമ്പുരാൻ ഇത് ചെയ്തു തന്നുവെന്ന് മറ്റുള്ളവരോട് പറയുന്നത് വളരെ കുറവാണ്. എന്താണ് ഈ മിഷൻ എന്ന് പറയുന്നത്? മിഷൻ എന്ന് പറയുന്നത് എൻ്റെ അനുഭവം, എൻ്റെ സഹോദരനെ വെളിച്ചം നൽകാൻ ഞാൻ അവൻ്റെ മുമ്പിൽ വിളക്ക് വയ്ക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? മിഷൻ പ്രവർത്തനം. എനിക്ക് കിട്ടിയ അനുഭവം, എൻ്റെ തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചതിലുള്ള വലിയ സംതൃപ്തി, അത് മറ്റുള്ളവരെ എത്തിക്കാൻ
എൻ്റെ കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ കർത്താവിൻ്റെ കൈകളിലെ ഉപകരണമാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ മിഷൻ കോൺഗ്രസ് ഇവിടെ വെച്ച് നടക്കുമ്പോൾ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. ഈ മിഷൻ കോൺഗ്രസിൻ്റെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യം എല്ലാവരും കർത്താവിനെ അറിയുവാൻ എന്നാൽ പറ്റുന്നത് വിധവയുടെ ചില്ലിക്കാശ് പോലെയാണെങ്കിൽ അതുപോലും കർത്താവിന് കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സിനെയാണ് ഈ മിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾ കാണിക്കുന്ന ഇത് തന്നത് കർത്താവാണ്. ഇത് തന്നത് കർത്താവിൻ്റെ കൃപ കൊണ്ടാണ്. എൻ്റെ ആരോഗ്യം, എൻ്റെ അറിവ്, എൻ്റെ സൗന്ദര്യം, എൻ്റെ കഴിവ്, എൻ്റെ സാമർത്ഥ്യം, എൻ്റെ സിദ്ധികൾ, ഇതെല്ലാം തന്നെ കർത്താവ് എനിക്ക് തന്നതാണ്. എൻ്റെ കർത്താവ് എനിക്ക് തന്നത് എൻ്റെ കർത്താവിനെ മറ്റുള്ളവരെ അറിയിക്കാൻ, മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാൻ ഞാൻ ഉപയോഗിക്കുന്നതിന് ചെയ്യുന്ന ശുശ്രൂഷയുടെ പേരാണ് മിഷൻ. അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, കർത്താവിനെ മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കാനായിട്ട് ഞാനും നിങ്ങളും ഉപാധികളാകണം, ഉപകരണങ്ങളാകണം. ഈ ഫിയാത്ത് മിഷൻ എനിക്കറിയാം. നമ്മുടെ തൃശ്ശൂരിലെ ഒരു കൊച്ച് പയ്യൻ, ഉല്ലൂക്കാരനാണ്, സ്വീറ്റിൽ എന്നാണ് പേര്. അദ്ദേഹത്തിൻ്റെ തലയ്ക്കകത്ത് ഒരു ആഗ്രഹം ഉദിച്ചു, മിഷനെ സഹായിക്കാനായിട്ട് ശുശ്രൂഷകൾ ചെയ്യണം. ആദ്യം വേസ്റ്റ് പേപ്പറുകൾ കളക്ട് ചെയ്യുന്നൊരു പണിയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് സത്യമാണെങ്കിൽ ലക്ഷക്കണക്കിന് ടൺ വേസ്റ്റ് പേപ്പറുകൾ കളക്ട് ചെയ്ത് അതിൽ നിന്ന് പത്രങ്ങൾ അല്ലെങ്കിൽ പേപ്പർ കമ്പനികൾ കൊടുത്ത കടലാസ് ഉപയോഗിച്ച് ആയിരക്കണക്കിന് ബൈബിളുകൾ വിവിധ ഭാഷകളിൽ അടിച്ച് അത് വിതരണം ചെയ്യാനായിട്ട് അവർ ചെയ്തൊരു ശുശ്രൂഷ. അങ്ങനെയാണ് അവർ ആരംഭിച്ചത്. നമുക്കറിയാം, നമ്മൾ എന്തോരം വേസ്റ്റ് പേപ്പർ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്നത്. ആ വേസ്റ്റ് പേപ്പറുകൾ മുഴുവൻ കളക്ട് ചെയ്ത് അത് പേപ്പർ കമ്പനികൾക്ക് കൊടുത്തിട്ട്, വേസ്റ്റ് കൊടുക്കുന്ന പേപ്പർ കമ്പനികൾ അതിൽ നല്ല പേപ്പർ വാങ്ങിച്ച് ആ പേപ്പറിൽ ബൈബിൾ അടിച്ച് അത് എല്ലാവർക്കും വിതരണം ചെയ്യാനായിട്ട് അവർ നടത്തിയ ഒരു വലിയൊരു ശുശ്രൂഷ. മത്തായിയുടെ സുവിശേഷത്തിൽ 21-ാമത്തെ അധ്യായത്തിലെ നമ്മുടെ കർത്താവ് ജെറൂസലേമിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിനെ കുറിച്ചുള്ള വിവരണമാണ്. ജെറൂസലേമിലേക്കുള്ള യാത്ര പുറപ്പെടുന്നതിന് മുൻപ് കർത്താവ് ശിഷ്യന്മാരെ വിളിച്ചിട്ട് ഇപ്രകാരം പറഞ്ഞു, നിങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? മുന്നോട്ട് പോകണോ പിന്നോട്ട് പോകണോ? നിങ്ങൾ എങ്ങോട്ടാ പോകണ്ടേ? നിങ്ങൾ മുന്നോട്ട് പോകുക. മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിൻ്റെ അടുക്കലേ ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കെട്ടപ്പെട്ടിരിക്കുന്നത് കാണും. അവിടെ ഒരു വാചകം കൂടി ചേർത്തിട്ടുണ്ട്, ഇതുവരെ ആരും അതിൻ്റെ മുകളിലെ കയറിയിട്ടില്ല. നിങ്ങൾ ചെന്നിട്ട് അത് ആ വീടിൻ്റെ മുറ്റത്ത് നിന്ന് അഴിക്കുക. അതഴിക്കുന്ന സമയത്ത് അതിൻ്റെ ഉടമസ്ഥൻ വന്ന് നിങ്ങളോട് തർക്കിച്ചാലേ നിങ്ങൾ എന്താ മറുപടി പറയണ്ടേ? ഒന്നോർക്കെ പറയാമോ? ആർക്കെങ്കിലും ഒന്നോർക്കെ കേട്ടില്ല ഞാൻ. ഒന്നുകൂടെ പറഞ്ഞു ഉറക്കെ. വലതുകാലം ഉയർത്തി ഒന്ന് പറഞ്ഞേ. ആരെങ്കിലും നിങ്ങളോട് തർക്കിച്ചാലേ നിങ്ങൾ എന്ത് മറുപടി പറയണം? കർത്താവിന് അതിനെക്കൊണ്ട് ആവശ്യമുണ്ട്. അവരെ കർത്താവ് പറഞ്ഞതുപോലെ പോയപ്പോൾ ഒരു വീടിൻ്റെ മുൻപിൽ ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും കണ്ടു. അവരഴിച്ചു, കർത്താവിൻ്റെ അടുക്കലേക്ക് കൊണ്ടുവന്നു. ആ കഴുതപ്പുറത്താണ് കർത്താവ് ജെറൂസലേമിലേക്ക് ആരും ഒരിക്കലും ഇതുവരെ കയറിയിട്ടില്ലാത്ത ഒരു കഴുത, ആരും ഇതുവരെ ഉപയോഗിച്ചിട്ടില്ലാത്ത ഒരു കഴുത. സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മക്കളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, നിങ്ങൾക്ക് എന്തോരം കഴിവുകളാ തമ്പുരാൻ തന്നിരിക്കുന്നേ. ഇതുവരെ നിങ്ങളത് ഉപയോഗിച്ച് തീർന്നിട്ടുണ്ടോ?
നിങ്ങൾക്ക് സമ്പത്തുണ്ട്, നിങ്ങൾക്ക് ആരോഗ്യമുണ്ട്, നിങ്ങൾക്ക് സൗന്ദര്യമുണ്ട്, നിങ്ങൾക്ക് അറിവുണ്ട്, നിങ്ങൾക്ക് വിദ്യാഭ്യാസമുണ്ട്, ഇതുകൊണ്ട് നിങ്ങൾ കുറെ കാശുണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഇത് കർത്താവ് എനിക്ക് തന്നത് കർത്താവിന് വേണ്ടി ഉപയോഗിക്കാനാണെന്നുള്ള തിരിച്ചറിവുള്ള എത്ര പേര് നമ്മുടെ ഇടയിലുണ്ട്? ഇത് തമ്പുരാൻ എൻ്റെ കയ്യിൽ. അതുകൊണ്ടാണ് കർത്താവ് പറയും, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വീടിൻ്റെ മുറ്റത്ത് ഒരു കഴുതയും ഒരു കഴുതക്കുട്ടിയും നിൽക്കും. ഇതുവരെ ആരും ഇതിൻ്റെ മുകളിൽ കയറിയിട്ടില്ല. നിങ്ങളതിന് അഴിക്കണം. ഉടമസ്ഥൻ വന്ന് തർക്കിച്ചാലേ നിങ്ങൾ പറയണം, ഇത് കൊണ്ട് കർത്താവ് അതിൻ്റെ പുറത്താ കയറിയത്. ഓശാന. ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്, നമ്മുടെ കഴിവുകൾ തമ്പുരാൻ നമുക്ക് തന്നത്, ആ കഴിവുകൾ നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കർത്താവിനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ജെറൂസലേമിലേക്ക് കൊണ്ടുപോകാൻ നമ്മുടെ ചെറുപ്പക്കാർ നടത്തുന്ന ഒരുപാട് പരിശ്രമങ്ങളുണ്ട്. ആ പരിശ്രമങ്ങളെയാണ് ഇന്ന് ഫിയാത്ത് മിഷനൊക്കെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. നമ്മുടെ രൂപതയിൽ നിന്നുള്ള മറ്റൊരു മിനിസ്ട്രിയാണ് ഷക്കൈന മിനിസ്ട്രി. ഇന്ന് ടെലിവിഷനിൽ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമുണ്ടല്ലേ ഷക്കീനയിലെ കുർബാന കാണാൻ, ഷക്കീനയിലെ പ്രസംഗങ്ങൾ കേൾക്കാൻ. സന്തോഷ് കരുമത്ര ഒരു സാധു, എനിക്ക് തോന്നുന്ന സാമ്പത്തികമായിട്ട് വലിയ സുസ്ഥതയുള്ള ഒരാളൊന്നല്ല. എനിക്കറിയാവുന്നത് കൊണ്ട് ഞാൻ പറയുകയാണ്. ഒരു ടെലിവിഷൻ ചാനൽ തുടങ്ങണമെന്ന് അയാൾ ആഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ ഈ അടുത്ത കാലത്തൊന്നും അയാൾക്കത് സാധിക്കുമെന്ന് ആരും കരുതിയിട്ടില്ല. ഒറ്റാൾ കരുതിയിട്ടില്ല. ഇതുവരെ ആരും കയറിയിട്ടില്ലാത്തൊരു കഴുത നിങ്ങളതിനെ അഴിക്കുക, നിങ്ങൾ കൊണ്ടുവരിക. അതിനെ കൊണ്ടുവന്നപ്പോൾ അതിൻ്റെ മുകളിലെ സ്ത്രീകള് അവരുടെ വസ്ത്രങ്ങൾ വിരിച്ചു, വഴികളിലെ അവരുടെ സാരികൾ വിതറി, ചെറുപ്പക്കാർ ചില്ലകൾ വെട്ടിയിട്ടു, ഓശാന പാടി അതിനെതിരെ. ഇന്ന് ഞാൻ വിചാരിക്കുകയാണ്, ടെലിവിഷൻ ശൃംഖലയിൽ നമ്മുടെ സഭയ്ക്കും കർത്താവിനും വേണ്ടി ഒരുപാട് ശുശ്രൂഷകൾ ചെയ്യാനായിട്ട് ഈ ചാനലിന് കഴിയുന്നുണ്ട്. ഫിയാത്ത് മിഷനെ പോലെ തന്നെ ഷക്കൈന മിനിസ്ട്രി, ഷാലോമിനെ കുറിച്ച് ഞാൻ പറയുന്നില്ല, അത് കുറെ കാലങ്ങളായിട്ട് നമ്മുടെ ഇടയിലുണ്ട്. ഒരു കാര്യം എനിക്കിതും കൂടെ പറയാൻ ആഗ്രഹമുണ്ട്. എനിക്കും നിങ്ങൾക്കും നൽകപ്പെട്ട കഴിവുകൾ അത് കർത്താവ് നൽകിയതാണെന്നും അത് കർത്താവിന് വേണ്ടി കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന വലിയ ഔദാര്യം ഉണ്ടല്ലോ, ആ ഔദാര്യമാണ് അത്ഭുതങ്ങൾ ചെയ്യാൻ കർത്താവിന് കാരണമാകുന്നത്. യോഹന്നാൻ അപ്പസ്തോലൻ എഴുതിയ ലേഖനത്തിലെ 6-ാമത്തെ അധ്യായത്തിലെ ഈ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ, ഈ കർത്താവിൻ്റെ വചനം കേൾക്കാൻ വന്ന ജനക്കൂട്ടത്തെ കണ്ടിട്ട് അവര് അവശരാണ്, അവർക്ക് വിശപ്പുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് കർത്താവ് പത്രോസിനോട് പറഞ്ഞു, നാം ഇവർക്ക് എവിടെ നിന്ന് അപ്പം കൊടുക്കും. ഈ പത്രോസ് എനിക്ക് തോന്നുന്നു തൃശ്ശൂക്കാരനാണ്, തനി തൃശ്ശൂക്കാരനാണ്. പത്രോസ് ഉടനെ തന്നെ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ ആവശ്യമില്ലാണ്ട് പുലുവാല് പിടിക്കേണ്ട, സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്, 5 പൈസയ്ക്ക് നിൻ്റെ കയ്യിൽ ഗതിയില്ല, 5 പൈസയ്ക്ക് നിൻ്റെ കയ്യിൽ ഗതിയില്ല. അതുകൊണ്ട് പത്രോസ് പറഞ്ഞു, കർത്താവേ സൂര്യൻ അസ്തമിച്ച് കഴിഞ്ഞ് ഇരുട്ടാകും, ഈ ജനങ്ങൾക്ക് പോകാൻ പറ്റില്ല, അതുകൊണ്ട് സൂര്യൻ അസ്തമിക്കുന്നതിന് മുൻപ് സ്വന്തം വീടുകളിൽ ചെന്ന് അപ്പം കഴിക്കാനായിട്ട് അവരെ നീ അവരെ പറഞ്ഞയക്കണം. കർത്താവ് പറഞ്ഞു, ഇല്ല പത്രോസേ, ഞാൻ സമ്മതിക്കുകയില്ല, അവരവശരാണ്, അവർക്ക് വിശപ്പുണ്ട്. എന്നിട്ട് കർത്താവ് ചോദിച്ചു, ആരുടെ കയ്യിലെങ്കിലും അപ്പം ഉണ്ടോ?
മുമ്പിലിരിക്കുന്ന അപ്പന്മാരുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്ലീഹന്മാർ ചോദിച്ചു, വല്ലോരുടെ കയ്യിൽ അപ്പം ഉണ്ടോ? ഉള്ളവരൊക്കെ പൂത്തി വെച്ചു. ആരുടെ കയ്യിലും അപ്പമില്ല. അവസാനം പീലിപ്പോസ് എന്ന് പറയുന്ന കർത്താവിൻ്റെ ശിഷ്യൻ പിന്നാമ്പുറത്ത് ഒരു പിഞ്ചു ബാലൻ്റെ അടുക്ക ചെന്നു. അപ്പൊ ബാലൻ ഒറ്റയ്ക്കായിരിക്കുന്നേ. മാക്സിമം അവന് വേണമെങ്കിൽ ഒരു 8 വയസ്സ് 9 വയസ്സായിട്ടുള്ളൂ. അവൻ പറഞ്ഞു, എൻ്റെ അമ്മ എനിക്ക് 5 അപ്പവും എത്ര മീനും ഒന്ന് കൈകൊണ്ട് കാണിച്ച് 5 അപ്പവും 5 അപ്പവും. ചിലർ 2 കാണിക്കണ്ട, 5 കാണിക്കണില്ല. നമ്മളൊക്കെ അങ്ങനെയാണ്, പൂത്തി വയ്ക്കലാണ് നമ്മുടെ എല്ലാവരുടെയും പണി. എത്ര അപ്പം ഉണ്ടായിരുന്നു? എത്ര മീനുണ്ടായിരുന്നു? ഞാൻ അതേക്കുറിച്ചിട്ട് ഈ കമൻട്രികൾ, അതായത് ഇതിൻ്റെ വിശദീകരണങ്ങൾ വായിച്ചപ്പോൾ ഈ കുട്ടി സത്യത്തിൽ ഇത് കൊടുക്കാനുള്ള കാരണം, ഈ കുട്ടിയുടെ അമ്മ കർത്താവിൻ്റെ പ്രസംഗം നീണ്ടപ്പോൾ, കർത്താവ് പ്രസംഗിച്ച സമയം ഇല്ലാതെ പ്രസംഗിക്കുന്ന ആളാണ്, നീണ്ടുപോകാറുണ്ട്. അപ്പം അതുകൊണ്ട് ഈ കുട്ടി കരയുമ്പോൾ, കുട്ടിക്ക് തിന്നാൻ വേണ്ടിയിട്ട്, വിശക്കുമ്പോൾ തിന്നാൻ വേണ്ടിയിട്ട് അമ്മ കൊണ്ടുവന്ന് കൊടുത്ത അപ്പമാണ് 5 എന്തപ്പാണെന്നാ പറയണേ? ബാർലി അപ്പം എന്ന് വെച്ചാൽ പാവപ്പെട്ടവരുടെ അപ്പം. എത്ര വാളയാണോ കൊടുത്തത്? 2 ചെറുമീൻ. എനിക്ക് തോന്നുന്നു മുള്ളനാകാനാണ് സാധ്യത. മുള്ളനാണ്, ചെറിയ മീനാ, 2 ചെറുമീനാ കൊടുത്തിരിക്കുന്നത്. എന്തോ വയമ്പ്. അതെ, മുള്ളനേക്കാളും ചെറുതാണ് വയമ്പ്. ശരിയാണ്, ചെറിയ ഈ കൂരപ്പരലൊക്കെ പോലെയുള്ള സാധനമാണ്. ഈ സത്യത്തിൽ അതേക്കുറിച്ചിട്ട് ഞാനിങ്ങനെ വായിച്ചപ്പോൾ ഒരു സ്ഥലത്ത് പറയുന്നത് ഇപ്രകാരമാണ്: ഈ അമ്മ വാഷ്റൂമിൽ പോയിക്കായിരുന്നു. അമ്മ വരുന്നതിന് മുമ്പാണ് ഈ പീലിപ്പോസും അന്ത്രയോസൊക്കെ കൂടെ അവിടെ ചെന്നത്. ചെക്കൻ പറഞ്ഞു, ഈ ചേട്ടൻ കുറേ പ്രസംഗിക്കും, നീണ്ടു പോകുമ്പോൾ മോന് വിശക്കെന്ന് പറഞ്ഞിട്ട് അമ്മ എൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും തന്നിട്ടുണ്ട്. അമ്മ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയാമോ? ഈ പിന്നാമ്പുറത്തിരുന്ന ചെക്കനെ പീലിപ്പോസും ആന്ത്രയോസും ബർത്തലോമിയൊക്കെ കൂടെ കർത്താവിൻ്റെ അടുക്കലേക്ക്. അമ്മ ഓളിയിട്ട് പറഞ്ഞു, എടാ പൊന്നുമോനെ, എന്നാ എവിടേക്കാ പോണേ? ഇങ്ങോട്ട് വാ, എവിടേക്കാ പോണേ? അമ്മ ഈ ചേട്ടൻ്റെ 5 അപ്പവും 2 മീനും വേണമെന്ന് പറയുന്നുണ്ട്. മോനെ എനിക്ക് തിന്നാൻ തന്ന എന്തിനുണ്ടാ, നീ അങ്ങർക്ക് കൊടുക്കാൻ പോണേ? കർത്താവ് കരം നീട്ടിയപ്പോൾ ആ കൊച്ചൻ ഈ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. കർത്താവ് അതെടുത്ത് ആദ്യം വാഴ്ത്താണോ ചെയ്തേ? കർത്താവ് അതെടുത്ത് ഉയർത്തി. എന്നിട്ട് വാഴ്ത്തി, എന്നിട്ട് മുറിച്ചു. കർത്താവ് അതെടുത്ത് ഉയർത്തി, കർത്താവ് അതെടുത്ത് വാഴ്ത്തി, കർത്താവ് അതെടുത്ത്. ഇത് കർത്താവ് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ഇത് കർത്താവ് വേറൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പം എടുത്ത് എവിടെയാ? സെഹിയോൻ ഊട്ടുശാലയിലെ. കർത്താവ് ഇത് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എടുത്ത് ഉയർത്തി, വാഴ്ത്തി, മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതെൻ്റെ പാനപാത്രം. എടുത്ത് ഉയർത്തി, വാഴ്ത്തി അവർക്ക് കൊടുത്തുകൊണ്ട് പറഞ്ഞു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യോഹന്നാന്റെ സുവിശേഷത്തിലെ ഈ അപ്പം വർദ്ധിപ്പിച്ച ഈ അത്ഭുതത്തിന് കാരണക്കാരനായിട്ടുള്ള കൊച്ചുണ്ടല്ലോ, അത് കുർബാനയ്ക്ക് പ്രതീകമാണ്. അവൻ്റെ 5 അപ്പവും 2 മീനും കർത്താവിൻ്റെ കൈകളിലേക്ക് അവൻ കൊടുത്തപ്പോഴ്, കർത്താവ് അതെടുത്ത് ഉയർത്തിയപ്പോഴ്, കർത്താവ് അതെടുത്ത് വാഴ്ത്തിയപ്പോഴ്, കർത്താവ് അതെടുത്ത് മുറിച്ചപ്പോഴ്, അപ്പം മുറിച്ചപ്പോഴ് പിന്നെ കണ്ടത് പ്രളയമാണ്. മുറിക്കും തോറും അപ്പം. ഞാൻ അവസാനം പറയട്ടെ, എല്ലാവരും തിന്ന് തൃപ്തരായി എന്നാ പറഞ്ഞല്ലേ? എല്ലാവരും തിന്ന് തൃപ്തരായി. അപ്പൊ പത്രോസ് വന്ന് പറഞ്ഞു, കർത്താവേ, പത്രോസ് മഹാപിശകായിരുന്നു,
ഇത് സ്ഥലം വിജനമാണ്, സമയസന്ധ്യയാണ്, 5 പൈസയ്ക്ക് ഗതിയില്ല, നീ ഇവരെ പിരിച്ചു വിട്ടില്ലെങ്കിൽ ആളുകളൊക്കെ കൂടി തന്നെ തല്ലിക്കൊല്ലുന്നൊക്കെ പറഞ്ഞ പത്രോസ് അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ വളണ്ടിയർമാരുടെ ക്യാപ്റ്റനായി. അത്ഭുതം നടന്നു കഴിഞ്ഞപ്പോൾ വളണ്ടിയർമാരുടെ ക്യാപ്റ്റനായി. ഈ ബാക്കി വന്നതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന് പത്രോസ് ചോദിച്ചു. കർത്താവ് പറഞ്ഞു, ഒന്നും നഷ്ടപ്പെടാതെ ശേഖരിക്കുവിൻ. എത്ര കൊട്ട ശേഖരിച്ചു? ഒന്ന് കൈ കൊണ്ട് കാണിക്കാമോ? എത്ര കൊട്ട ശേഖരിച്ചു? 12 കൊട്ട. 12 കൊട്ട. ഈ 12 കൊട്ട എന്ന് പറയുന്നത് സമൃദ്ധിയുടെ നിറവാണെന്നാണ് പറയുന്നത്. എല്ലാവരും തിന്ന് തൃപ്തരായി, ഇനി ആർക്കൊന്നും വേണ്ട. ബാക്കി വന്നത് മുഴുവൻ ശേഖരിച്ചത് 12 കൊട്ട നിറയെ. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്. ഇന്ന് കന്യാസ്ത്രീകൾ മഠത്തിലടിച്ച അപ്പം ഉപയോഗിച്ചിട്ട് നമ്മൾ കുർബാന ചെല്ലുന്നുണ്ട്, നമ്മളത് സ്വീകരിക്കണമുണ്ട്. പക്ഷേ ആരും സ്വന്തം കയ്യിൽ അപ്പം ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടത്, ഓരോ കുർബാനയും നമ്മുടെ മുൻപിൽ വെക്കുന്ന ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താണെന്നറിയാമോ? ഈ ജനക്കൂട്ടത്തോട് എനിക്ക് അനുകമ്പ തോന്നുന്നു. നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? പത്രോസ് പറഞ്ഞു, കർത്താവേ, ഇത് സന്ധ്യയാണ്, ഇരുട്ട് വീഴാണ്, സ്ഥലം വിജനമാണ്, നീ ഇവരെ പിരിച്ചു വിടുക. കർത്താവ് പറഞ്ഞില്ല, ഞാനിവരെ പിരിച്ചു വിടുകയില്ല. 5 അപ്പം കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ ഒരു കുഞ്ഞ് കാണിച്ച മഹാമനസ്കത. എല്ലാവരും തിന്ന് തൃപ്തരായ ശേഷം എത്ര കൊട്ടപ്പം ബാക്കി വന്നു? എന്നെ കേൾക്കുന്ന നിങ്ങളോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ടെന്നറിയാമോ? ഈ എല്ലാ ദിവസവും വെള്ളിയാഴ്ച ഇവിടെ വന്നിട്ട് വർത്താനൊക്കെ കേട്ട് മൂട്ടിലെ പൊടിയും തട്ടി വീണ്ടും വീട്ടിലേക്ക് പോവുക. നമുക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞില്ല, നമുക്കൊന്നും കിട്ടാനും പോയില്ല, നമുക്കൊന്നും നഷ്ടപ്പെട്ടു. നിങ്ങളുടെ കയ്യിലുള്ള നിസ്സാരമാണെങ്കിൽ പോലും അത് കർത്താവിൻ്റെ കൈകളിലേക്ക് നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ, സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട മനുഷ്യര്, ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ട ഒരു സത്യമുണ്ട്. അതുകൊണ്ട് കർത്താവിന് അത്ഭുതം ചെയ്യാൻ സാധിക്കും. തൃശ്ശൂർ രൂപതയിലെ വിശുദ്ധനായിട്ടുള്ള ഒരു വൈദികൻ ജീവിച്ചിരുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയാൻ പാടില്ല. നമ്മുടെ രൂപതയുടെ പ്രൊക്രേറ്ററായിട്ട് ജീവിച്ചിരുന്ന എഫ്രൈം പാലത്തിങ്കലച്ചൻ. അദ്ദേഹത്തിന് അറിയുന്ന ആരെങ്കിലും കൂടി ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇതൊക്കെ മരിച്ചുപോയി. കരാഞ്ചിറക്കാരനാണ്, വിശുദ്ധനായിട്ടുള്ളൊരു വൈദികനാണ്. 10-30 കൊല്ലക്കാലം തൃശ്ശൂർ അതിരൂപതയിലെ സാമ്പത്തിക കാര്യങ്ങളുടെ കാര്യസ്ഥനും താക്കോൽ സൂക്ഷിപ്പുകാരനായിരുന്നു. ഈ അച്ഛൻ എല്ലാ പള്ളികളിലും കുമ്പസാരിക്കാൻ പോകും. ഈ എല്ലാ മരിച്ചവരുടെ അടിയന്തരങ്ങൾക്കും അച്ഛൻ പോകും. അത് കഴിഞ്ഞിട്ട് ബാക്കി വരുന്ന പടങ്ങളൊക്കെ ഉണ്ടല്ലോ, ശേഖരിക്കും. ആർക്കും വേണ്ടാതെ കിടക്കുന്ന പടങ്ങളൊക്കെ ശേഖരിക്കും. എന്നിട്ട് കുമ്പസാരിക്കാൻ വരുന്ന എല്ലാവർക്കും പടം കൊടുക്കും. ആ പടത്തിൽ അച്ഛൻ പറയും, ഈ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചോളാം മോനെ. നിങ്ങൾ ഉപേക്ഷിച്ചത് അച്ഛൻ എടുക്കുകയാണ്. അതെടുത്ത് അച്ഛൻ മരിച്ചവർക്ക് വേണ്ടിയുള്ള ഒരു പ്രാർത്ഥനയ്ക്കായിട്ട് ഉപയോഗിക്കുകയാണ്. എനിക്ക് എന്നെ കേൾക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരോടും പറയാൻ ആഗ്രഹമുണ്ട്. കർത്താവ് അത്ഭുതം ചെയ്യാനായിട്ട്, മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് കർത്താവ് ജനക്കൂട്ടത്തോട് അനുകമ്പ കാണിക്കുന്നതാണ്. അവരുടെ വിശപ്പ് കർത്താവ് കാണുന്നതാണ്. അവരുടെ സങ്കടം കർത്താവ് കാണുന്നതാണ്. അവരുടെ ദുഃഖങ്ങളിൽ കർത്താവ് ഇടപെടുന്നതാണ്. കർത്താവിന് ആഗ്രഹമുണ്ട്. ഞാനും നിങ്ങളും പത്രോസിന്റെ പക്ഷക്കാരാണ്. സ്ഥലം വിജനമാണ്, സമയം സന്ധ്യയാണ്. നീ ഇപ്പം അവരെ പിരിച്ചുവിട്ടാല് വഴിയിലെ കട പൂട്ടുന്നതിന് മുൻപ് അവര് പോയിട്ട് എവിടെന്നെങ്കിലും അപ്പം കണ്ടെത്തി അപ്പം വാങ്ങിച്ച് അത്ഭുതം ചെയ്യട്ടെ എന്ന് പറയുന്ന നിങ്ങള് പത്രോസിന്റെ പക്ഷമാണ്. പക്ഷെ കർത്താവ് ചോദിച്ചു, നിങ്ങളുടെ കയ്യിൽ
5 അപ്പവും എത്ര പുരുഷന്മാരുണ്ടായിരുന്നു? ഈ പുരുഷന്മാരുടെ എണ്ണം പറഞ്ഞതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. അതിൻ്റെ ഇരട്ടി ഉണ്ടാവും. 5000 പുരുഷന്മാർക്ക് എത്ര സ്ത്രീകളുണ്ടാകും? എത്ര കുട്ടി ഉണ്ടാവണം? എൻ്റെ വീട്ടിലെ സ്ഥിതിയാണെങ്കിൽ പൊളിഞ്ഞ് പാളീസാവും. ഞാൻ 10ാമത്തെയാണ്. ഇപ്പം അതിന് 1 2 ഒക്കെ ഉള്ളൂ. പക്ഷേ നിങ്ങളൊരു 3 വെച്ച് കൂട്ട്, വലിയ ജനക്കൂട്ടം. പക്ഷെ അവരുടെ വിശപ്പടക്കാൻ കർത്താവിനെ അപ്പം കൊടുക്കാൻ തയ്യാറായിട്ടുള്ള ആ കുഞ്ഞുണ്ടല്ലോ, ആ കുഞ്ഞ് ഒരടയാളമാണ്. നിന്റെ സാധ്യതകളുടെ നടുവിലെ കർത്താവിൻ്റെ സുവിശേഷം നീ മറ്റുള്ളവരെ അറിയിക്കാൻ നിനക്ക് കരം കൊടുക്കാൻ സാധിക്കും. ഫിയാത്ത് മിഷന്റെ ഒരു വലിയ മിനിസ്റ്റർ ഞാൻ പറഞ്ഞു, വേസ്റ്റ് പേപ്പർ വീടുകളിൽ നിന്ന് മേടിക്കുക. വേസ്റ്റ് പേപ്പർ, നിങ്ങൾക്ക് ആർക്കും ആവശ്യമില്ലാത്ത വേസ്റ്റ് പേപ്പർ മേടിക്കുക. അതുകൊണ്ട് പോയി കമ്പനികൾക്ക് കൊടുക്കുക. നല്ല പേപ്പർ കൊണ്ടുവരിക, അതിൽ ബൈബിൾ അടിക്കുക, അത് ലക്ഷക്കണക്കിന് കോപ്പി ആളുകൾക്ക് എത്തിക്കുക. എൻ്റെ പ്രിയമുള്ള എൻ്റെ സഹോദരങ്ങളൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, ഞാനും നിങ്ങളും മിഷണറിമാരാകുന്നത് മിഷനിലേക്ക് പോയിട്ടല്ല, മിഷനെ ബലപ്പെടുത്താൻ കരം കൊടുത്തിട്ടാണ്. നമ്മുടെ കർത്താവ് അത്താഴ വിരുന്ന് നടത്തി, അല്ലേ? പെസഹ വിരുന്ന് നടത്തി. അതേക്കുറിച്ചുള്ള വിവരണം ബൈബിളിലുണ്ട്. കർത്താവ് പെസഹായോട് അടുത്തപ്പോൾ അപ്പസ്തോലന്മാർ വന്നിട്ട് കർത്താവിനോട് പറഞ്ഞു, നമ്മൾ എവിടെയാണ് പെസഹ ആചരിക്കുക? എവിടെയാണ് നമ്മൾ പെസഹ ആചരിക്കുക? ഉടനെ തന്നെ കർത്താവ് പറഞ്ഞു, എന്താ ചെയ്യുക, നമുക്ക് വേറെ മാർഗമൊന്നുമില്ല. നിങ്ങളൊരു കാര്യം ചെയ്യും, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ കർത്താവ് ഒരു അടയാളം കൊടുത്ത്, ഈ അടയാളം ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാളെ കാണും. പറയേ, ഒരു കുടം വെള്ളവുമായിട്ട് ഒരാള് വീട്ടിലോട്ട് കയറുന്നത് കാണും. നിങ്ങൾ അയാളുടെ കൂട്ടത്തിൽ ചെല്ലുക. ഉടമസ്ഥൻ നിങ്ങളോട് ചോദിക്കും, എന്തുകൊണ്ടാണ് നിങ്ങൾ വന്നത്? നിങ്ങൾ എന്തു പറയണം? എവിടെയാണ് കർത്താവിന് ഞങ്ങൾ പെസഹ ഒരുക്കേണ്ടത്? 2 കാര്യങ്ങൾ അയാൾ പറഞ്ഞു. അലങ്കൃതവും വിശാലവുമായിട്ടുള്ള ഒരു മേൽത്തട്ട് അയാൾ കാണിച്ചു. അലങ്കൃതവും വിശാലവുമായിട്ടുള്ള ഒരു മേൽത്തട്ട് അവൾ കാണിച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇവിടെയാണ് കർത്താവിനെ പെസഹ ഒരുക്കേണ്ടത്. ആ മേൽത്തട്ടിനെ പിന്നീട് വിളിച്ച പേരാണ്, ആ മേൽത്തട്ടിനെ ബൈബിളിൽ പിന്നീട് വിളിച്ച പേരാണ് സെഹിയോൻ ഊട്ടുശാല. ഒരു മനുഷ്യൻ അയാളുടെ വീടിന്റെ മേൽത്തട്ട് കർത്താവിനെ പെസഹ ആചരിക്കാൻ വിട്ടുകൊടുത്തതാണ് ഇന്നത്തെ അവിടെ പെസഹ കഴിഞ്ഞ ശേഷം, കർത്താവിൻ്റെ ഉയർപ്പിന് ശേഷം 40 ദിവസങ്ങൾക്ക് ശേഷം ഒരു അത്ഭുതം നടന്നു. ആ അത്ഭുതത്തിന്റെ പേരെന്താണ്? പന്തക്കൊസ്ത. അവിടെയാണ് പന്തക്കൊസ്ത നടന്നത്. സ്നേഹമുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, എന്നെ കേൾക്കുമ്പോഴൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്, മിഷൻ എന്ന് പറയുന്നത് കെട്ടിടങ്ങൾ പണിയുന്ന ഒന്നല്ല. മിഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ സാധ്യതകളിൽ കർത്താവിൻ്റെ കരത്തിലേക്ക് കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്സുണ്ടല്ലോ, ആ സന്മനസ്സാണ് മിഷൻ. ഞാൻ ചിലപ്പോഴൊക്കെ കണ്ടിട്ടുണ്ട്, എന്തുമാത്രം സ്വത്താണ് നമ്മൾ മരിക്കുമ്പോൾ ബാക്കി വരുന്നത്. എന്തുമാത്രം സ്വത്തിൻ്റെ പേരിലാണ് നമ്മുടെ കുടുംബങ്ങളിലെ മക്കൾ വഴക്കുണ്ടാക്കുന്നത്. കർത്താവ് ജനക്കൂട്ടത്തെ കണ്ടിട്ട് പറഞ്ഞു, എനിക്ക് ഇവരോട് അനുകമ്പ തോന്നുന്നു, നാം ഇവർക്ക് എവിടെ നിന്ന് ഭക്ഷിക്കാൻ കൊടുക്കും? ആരുടെ കയ്യിൽ ഒന്നുമില്ല എന്നാ പറഞ്ഞത്. കർത്താവ് ചോദിച്ചു, കഷ്ടം, നിങ്ങളുടെ കയ്യിൽ ആരുടെ കയ്യിൽ ഒന്നുമില്ലേ? അപ്പോഴാണ് ആ കുഞ്ഞു വന്നത്. എത്ര അപ്പമുണ്ട്? 5 അപ്പവും
കർത്താവിന് എവിടെയാ പെസഹ ഒരുക്കേണ്ടത്? ആരുടെ കയ്യിലൊന്നുമില്ല. കർത്താവ് പറഞ്ഞു, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരാൾ ഒരു കുടം വെള്ളവുമായിട്ട് മുന്നോട്ട് പോകുന്നത് കാണും. നിങ്ങൾ അയാളുടെ കൂട്ടത്തിൽ കയറുക. അയാൾ വിശാലവും അലങ്കൃതവുമായിട്ടുള്ള ഒരു മേൽത്തട്ട് കാണിച്ചു കൊടുത്തു. ആ മേൽത്തട്ടിലാണ് കർത്താവ് പെസഹ ഒരുക്കിയത്. നമുക്കെങ്ങനെയാണ് ജെറൂസലേമിലേക്ക് പോകാൻ പറ്റുക? പത്രോസ് പറഞ്ഞു, നിന്റെ കയ്യിൽ 5 പൈസയ്ക്ക് വകുപ്പില്ല, വെറുതെ ആവശ്യമില്ലാണ്ട് പുലുവാലുണ്ടാക്കണ്ട, അവിടെ മുഴുവൻ നിനക്ക് ശത്രുക്കളാണ്, നീ പോകാതിരിക്കുന്ന ബുദ്ധി. കർത്താവ് പറഞ്ഞില്ല, എനിക്കങ്ങോട്ട് പോകണം, പൈസയൊന്നും വേണ്ട. നിങ്ങൾ മുന്നോട്ട് ചെല്ലുമ്പോൾ ഒരു വീടിന്റെ മുറ്റത്ത് എന്ത് കാണും? ഇതുവരെ ആരും കയറിയിട്ടില്ലാത്ത ഒരു കഴുതയും. നിങ്ങൾ അഴിക്കുക, നിങ്ങളതിനെ അഴിക്കുക. നിങ്ങളതിനെ അഴിച്ചാലേ കൊണ്ടുവരിക. ആ കഴുതപ്പുറത്താണ് കർത്താവ്. എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരോടൊക്കെ എനിക്ക് പറയാൻ ആഗ്രഹമുണ്ട്. മിഷൻ പ്രവർത്തനം എന്ന് പറയുന്നത് എൻ്റെ സാധ്യതകൾ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ ഞാൻ വിട്ടുകൊടുക്കുന്നതാണ്. എൻ്റെ കരുതലുകൾ, എൻ്റെ സാധ്യതകൾ ആർക്കും വേണ്ടാത്തത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഒരു ചങ്കൂറ്റമുണ്ടല്ലോ, ആ ചങ്കൂറ്റത്തെയാണ് മിഷൻ എന്ന് പറയുന്നത്. ആ ചങ്കൂറ്റം, നിങ്ങൾക്കൊന്നും മിഷനിലേക്ക് പോകാൻ കഴിഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ സാധ്യതകളിലെ, നിങ്ങളുടെ സൗകര്യങ്ങളിലെ, നിങ്ങളുടെ ആരോഗ്യത്തിലെ, നിങ്ങളുടെ സൗന്ദര്യത്തിലെ, നിങ്ങളുടെ സമ്പത്തിലെ, നിങ്ങളുടെ അറിവിലെ. ഞാൻ എൻ്റെ ഒരു അനുഭവം നിങ്ങളോട് പറയട്ടെ. എൻ്റെ ഏതോ ഒരു പ്രസംഗം കേട്ടിട്ട് ഒരു ഭാര്യയും ഭർത്താവിനെ വിളിച്ചു, പിതാവേ, ഞങ്ങളുടെ മക്കളെല്ലാം പുറത്തേക്ക് പോയി, UK-യിലേക്കും കനഡയിലേക്കൊക്കെ പോയി. അമ്മച്ചി പറഞ്ഞു, ഞാനൊരു ഹിന്ദി ടീച്ചറാണ്, അപ്പച്ചനൊരു ഇംഗ്ലീഷ് ടീച്ചറാണ്. പിതാവേ, ഞങ്ങൾ വീട്ടിൽ വെറുതെ ഇരിക്കുക, പിതാവിൻ്റെ മിഷനിൽ വരട്ടെ. ഇന്ന് 2 പേരും ഒറീസയിൽ എൻ്റെ കൂടെ മിഷണറിമാരാണ്. അവരെ ഹിന്ദി പഠിപ്പിക്കുന്നു, കുട്ടികൾക്ക് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു. ഞാൻ അവർക്കൊന്നും കൊടുക്കുന്നില്ല. എൻ്റെ കൂടെ ഒരു ഭക്ഷണം ഞങ്ങളുടെ അച്ഛന്മാരുടെ കൂടെ ഒരു ഭക്ഷണം കഴിക്കുന്നു. ഇരുന്ന് തുരുമ്പ് പിടിച്ച് രോഗം പിടിച്ച് ചാകുന്നതിനേക്കാൾ എത്രയോ വലുതാണ് നിങ്ങളുടെ സാധ്യതകൾ കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്. കർത്താവിൻ്റെ കൈകളിലേക്ക് കൊടുക്കാൻ നിങ്ങൾ കാണിക്കുന്ന സന്മനസ്. ഞാൻ നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങളൊക്കെ പലരും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് സാധ്യതകളുണ്ട്. ഈ സാധ്യതകൾ മിഷനിലേക്ക് വേണ്ടി ശേഖരിക്കാൻ നിങ്ങൾ മുന്നോട്ട് വന്നാൽ അതെല്ലാം തന്നെ മിഷൻ പ്രവർത്തനത്തിന് ഇന്ധനവും ഊർജവുമാകാൻ കഴിയുമെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഞാൻ മിഷൻ പ്രവർത്തനത്തെ സഹായിക്കാനായിട്ട് ചില ഉപാധികൾ കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തിയേക്കാം. ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്, ജോൺ പോൾ 2 മാർപ്പാപ്പ നടത്തിയ ഏറ്റവും വലിയൊരു മാറ്റമുണ്ട്. മാർപ്പാപ്പയാണ് ഈ ആരാധനാ പള്ളികൾ തുടങ്ങിയത്. മാർപ്പാപ്പയുടെ കാലത്താണ് മാർപ്പാപ്പയാണ് ഈ ആരാധനാ പള്ളികൾ തുടങ്ങിയത്. തൃശ്ശൂർ പുത്തമ്പള്ളിയിൽ ആരാധനപ്പള്ളി, ജെറൂസലേമിലെ ധ്യാന കേന്ദ്രത്തിൽ ആരാധനപ്പള്ളി, മഠങ്ങളിൽ ആരാധനപ്പള്ളികൾ. മാർപ്പാപ്പ എല്ലാ പള്ളികളോടും, എല്ലാ ആശ്രമങ്ങളോടും, എല്ലാ ധ്യാന കേന്ദ്രങ്ങളോടും സാധിക്കുന്നിടത്തെല്ലാം പരിശുദ്ധ കുർബാനയുടെ ആരാധന തുടങ്ങാൻ പറഞ്ഞു. മാർപ്പാപ്പ അതിനൊരു കാരണം പറഞ്ഞു. യൂക്കറിസ്റ്റിക് അഡോറേഷൻ ഈസ് ദ ബിഗിനിങ് ഓഫ് ഇവാഞ്ചലൈസേഷൻ. കർത്താവിൻ്റെ മുൻപിൽ കമിഴ്ന്നു വീണ് ആരാധിക്കുന്ന ഒരു സമൂഹമുള്ളിടത്ത് മിഷൻ പ്രവർത്തനം മുളപൊട്ടും. അതുകൊണ്ട് നിങ്ങൾ ആരാധനയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി കുത്തിയിരുന്ന് പ്രാർത്ഥിക്കണം. ആരാധനയുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ കർത്താവിൻ്റെ മുൻപിൽ മിഷന് വേണ്ടി
മിഷണറിമാർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. അതുകൊണ്ട് ഞാൻ പറയും, മിഷൻ പ്രവർത്തനത്തെ സഹായിക്കാനുള്ള ഒന്നാമത്തെ മാർഗം ആരാധനയാണ്. പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ സംബന്ധിക്കുക. ആരാധന ഉള്ളിടത്തൊക്കെ സമയം കണ്ടെത്തി പോകുക. ചിലപ്പോൾ എന്നോട് പറയാറുണ്ട്, ഫാദറെ, ഞങ്ങൾക്ക് പള്ളിയിൽ പോയിട്ടൊന്നും ആരാധിക്കാൻ പറ്റാറില്ല. ഞങ്ങൾ ഷാലോമിലും ഷക്കൈനായിലൊക്കെ വരുന്ന ആരാധനയിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ, നേരിട്ട് പോയിട്ട് ആരാധിക്കാൻ പറ്റാത്തവർക്ക് ഇങ്ങനെയുള്ള ആരാധനകളിൽ പങ്കുചേരാൻ കഴിയുന്നുവെങ്കിൽ അതെല്ലാം മിഷൻ പ്രവർത്തനത്തെ സഹായിക്കും. സാധിക്കുമെങ്കിൽ നേരിട്ട് പോകുക, സാധിക്കുമെങ്കിൽ നേരിട്ട് പോകുക. എനിക്ക് അറിയുന്നൊരു കുടുംബമുണ്ട് അമേരിക്കയിൽ. രണ്ടുപേരും റിട്ടയേർഡാണ്. അവര് ഒരു ആരാധന പള്ളിയുടെ കാവൽക്കാരാണ്. അമേരിക്കയിൽ ഒരു ഇംഗ്ലീഷിലെ ഒരു ഇടവകയിൽ അച്ഛനോട് പറഞ്ഞു, അച്ഛാ, ഇവിടെ ആരാധന തുടങ്ങിയാൽ ഭാര്യയും ഭർത്താവും ഞങ്ങൾ ഇവിടെ ഇരുന്നോളാം, ഞങ്ങൾ ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം. ഇന്ന് ആ ഇടവകയിൽ മണിക്കൂറുകൾ ആരാധനയുടെ മുൻപിലിരിക്കുന്ന രണ്ട് ദമ്പതികൾ. ഞാൻ അവരോട് ചോദിച്ചിട്ടുണ്ട് പലപ്പോഴും, നിങ്ങൾ ഈ ആരാധനയുടെ മുൻപിലിരുന്ന് നിങ്ങളുടെ മക്കൾക്ക് വേണ്ടിയാണോ പ്രാർത്ഥിക്കുന്നത്, അതോ നിങ്ങളുടെ കുടുംബത്തെ അഭിവൃദ്ധിക്ക് വേണ്ടി? അവർ പറഞ്ഞു, ഇല്ല, ഞങ്ങൾ ഈ ആരാധനയുടെ മുൻപിൽ ഇരിക്കുന്നത് ഒറ്റ കാര്യത്തിലാണ്, ലോകത്തിലുള്ള എല്ലാ മിഷണറിമാർക്കും കർത്താവിൻ്റെ സംരക്ഷണം ഉണ്ടാകാൻ. എന്നെ കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, തട്ടിപ്പിതാവിൻ്റെ വാല് വെട്ടിയോ, തട്ടിപ്പിതാവിൻ്റെ മൂക്ക് മുറിച്ചോ, തട്ടിപ്പിതാവിനെ അടിച്ചോ, അറസ്റ്റ് ചെയ്തുകൊണ്ട്. പ്രതിസന്ധികൾ ധാരാളമുണ്ട് മിഷനിൽ, ധാരാളം പ്രതിസന്ധികൾ മിഷനിലുണ്ട്. ധാരാളം നമ്മൾ യാതൊന്നും ഇനമനം അറിയാത്ത കാര്യങ്ങളിൽ നമ്മളെ കുറ്റപ്പെടുത്തുകയും നമ്മളെ ആരോപിക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് വേദനകളുണ്ട്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വേദനകളുടെ നടുവിൽ മിഷണറിമാർക്ക് സംരക്ഷണത്തിൻ്റെ കവചം വയ്ക്കാൻ നിങ്ങൾക്ക് കഴിയും. ആരാധനയുടെ മുൻപിലേ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളോടൊക്കെ പറയാൻ ആഗ്രഹമുണ്ട്, കൊച്ചു ത്രേസ്യയാണ് മിഷൻ പ്രവർത്തനത്തിൻ്റെ മധ്യസ്ഥ, അല്ലേ? വിശുദ്ധ കൊച്ചു ത്രേസ്യ ഒരിക്കൽ പോലും തൻ്റെ മഠത്തിൽ നിന്ന് പുറത്തു പോകാൻ പറ്റാത്തൊരു പാവപ്പെട്ട കന്യാസ്ത്രീ. പക്ഷെ കൊച്ചു ത്രേസ്യയെ കുറിച്ചിട്ട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരിക്കൽ ഒരു കാര്യം പറഞ്ഞു, കൊച്ചു ത്രേസ്യ ഒരിക്കലും മിഷനിലേക്ക് കാലുകൊണ്ടും കൈകൊണ്ടും യാത്ര ചെയ്തില്ല. പക്ഷെ ഹൃദയത്തിലെ കർത്താവിൻ്റെ സാന്നിധ്യം സൂക്ഷിച്ചുകൊണ്ട് മിഷന് വേണ്ടി കരങ്ങൾ ഉയർത്തി. പ്രാർത്ഥന കൊണ്ട് മിഷനെ സഹായിച്ചു. അതുകൊണ്ട് മിഷനെ സഹായിക്കാനുള്ള ഒരു വലിയ മാർഗം എന്താണെന്നറിയാമോ? പ്രാർത്ഥനയാണ്. നമ്മുടെ അനുദിന ബലികള്, നമ്മുടെ പള്ളികളിൽ നടക്കുന്ന ആരാധനകള്, ഈ ധ്യാന കേന്ദ്രങ്ങളിലൊക്കെ കിടക്കുന്ന ആരാധനകൾ, അതിൻ്റെ മുൻപിൽ വന്ന് കമഴ്ന്ന് വീണ് നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പക്ഷെ മിഷണറിമാർക്ക് കർത്താവിൻ്റെ സംരക്ഷണത്തിൻ്റെ കവചം സൃഷ്ടിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനകൾക്ക് സഹായിക്കും. അതുകൊണ്ട് ഞാനെപ്പോഴും പറയും, നിങ്ങളുടെ പ്രാർത്ഥനകൾ മിഷണറിമാർക്ക് സംരക്ഷണം നൽകുന്ന കർത്താവിൻ്റെ ഉറപ്പുള്ള കോട്ടകളായിട്ട് മാറണം. മിഷനെ സഹായിക്കാനുള്ള മറ്റൊരു മാർഗം ഞാൻ നിങ്ങളോട് പറയും. നമ്മളുടെ സാധ്യതകളുടെ നടുവിൽ കിടക്കുന്ന ആരും ഉപയോഗിക്കാത്ത ഒരുപാട് സംഗതികളുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞു, ഫിയാത്ത് മിഷൻ ചെയ്ത ഒരു കാര്യം എന്താ, ഈ വേസ്റ്റ് പേപ്പർ വീടുകളിലെ ആർക്കും വേണ്ടാതെ വിറ്റ 10 പൈസയ്ക്ക് ഉപകാരമില്ല. നിങ്ങൾ കാശ് കിട്ടുന്ന വിചാരിച്ചിട്ടല്ല വേസ്റ്റ് പേപ്പർ കൊടുക്കുന്നത്, അത് വീട്ടിൽ നിന്ന് പോയി കിട്ടിയാൽ ഉപകാരമുണ്ട്. ഞാനൊരു കാര്യം കൊണ്ട് പറയാൻ ആഗ്രഹിക്കുക, നിങ്ങളുടെ ആവശ്യമില്ലാത്ത ഒരുപാട് സാധ്യതകൾ. ഈ അടുത്ത് ഞാൻ ഈ കുര്യച്ചിറപ്പള്ളി വികാരിച്ചനെ കണ്ടു, വടക്കൂട്ടച്ഛനെ. അച്ഛൻ പറയുകയായിരുന്നു, ഞങ്ങൾ ഈ പഴയ വസ്ത്രങ്ങൾ ശുദ്ധീകരിച്ച് നന്നായിട്ട് കൊടുക്കുന്ന. അച്ഛൻ പറഞ്ഞു, ധാരാളം പേര് കൊണ്ടുവന്ന് ഇടുന്നുണ്ട്, ഞങ്ങൾ നോക്കുന്നുണ്ട്. കൊടുക്കാൻ കൊള്ളാവുന്നതെല്ലാം തന്നെ ഞങ്ങൾ വൃത്തിയാക്കിയിട്ട് ബണ്ടൽ കണക്കിന്. അച്ഛൻ എന്നോട് പറഞ്ഞു,
ആദിലാബാദ് മിഷനിലേക്ക്, ശംഷാബാദ് മിഷനിലേക്ക് ഞങ്ങൾ കൊടുക്കുന്നുണ്ട് ഫാദറെ. പാവപ്പെട്ട മനുഷ്യർക്ക് വസ്ത്രം കൊടുക്കാനായിട്ട് നിങ്ങളുടെ ഔദാര്യം, നിങ്ങളുടെ ആവശ്യമില്ലാതെ കിടക്കുന്ന സാധനങ്ങൾ ഞാൻ ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട്. പ്രിയപ്പെട്ട മക്കളെ, നിങ്ങളുടെ മക്കൾ ഈ ആദ്യ കുർബാനയ്ക്ക് ഇടുന്ന ഉടുപ്പുണ്ടല്ലോ, ഒരു ദിവസം ഇടും, അത് കഴിഞ്ഞാൽ അടച്ചു വെച്ചു. അത് കഴിഞ്ഞാൽ നിങ്ങളത് മടക്കി ഞങ്ങളുടെ മിഷനുകളിലേക്ക് തന്നു കഴിഞ്ഞാൽ ഒരുപാട് പാവപ്പെട്ട കുട്ടികളുടെ മിഷന് ആദ്യ കുർബാന സ്വീകരണം ആഘോഷമായിട്ട് ഞങ്ങൾക്ക് നടത്താൻ കഴിയും. ആരെങ്കിലും ഒന്ന് സഹകരിച്ചാൽ മതി. ഈ കുട്ടികളുടെ ഈ ആദ്യ കുർബാന സ്വീകരണത്തിൻ്റെ വസ്ത്രം കുർബാന കൈക്കൊള്ളപ്പാട് കഴിഞ്ഞാൽ വെറുതെ മടക്കി വച്ചിരിക്കുക. ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ വിചാരിക്കും പിതാവ് ഇങ്ങനെ അലവലാതി പറയുന്ന എന്തിനാ? നിങ്ങളോട് വലിയ കാര്യങ്ങൾ പറഞ്ഞാൽ നിങ്ങളിപ്പോൾ തന്നെ എന്നെ അവിടുന്ന് ഇറക്കി വിടും. നിങ്ങൾക്ക് ആവശ്യമില്ലാതെ നിങ്ങളുടെ വീടുകളിലിരിക്കുന്ന സൈക്കിളുകൾ, സാധനങ്ങൾ. ഞാനൊരു പള്ളിയിൽ പറഞ്ഞ ശേഷം എനിക്ക് 3 സ്കൂട്ടി കിട്ടി. അവർ പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ വെറുതെ ഇരിക്കുക, പിതാവ് കൊണ്ടിട്ട് എന്താ വേണമെങ്കിൽ ചെയ്തോ. ഞാനിന്നും കൊണ്ട് പറയുന്നത് നമുക്ക് ആവശ്യമില്ലാത്തത് മാത്രം കൊടുക്കലല്ല, പക്ഷെ നമ്മുടെ മനസ്സിലുണ്ടാകണം എനിക്ക് തമ്പുരാൻ തന്നൊരു സൗകര്യം, എനിക്കതിനേക്കാൾ വലിയൊരു സൗകര്യം വരുമ്പോൾ ഇത് വെറുതെ ഇവിടെ ഇരുന്ന് തുരുമ്പ് പിടിച്ച് ഇരുമ്പ് വിലയ്ക്ക് വിൽക്കുന്നതിനേക്കാൾ വേറൊരാൾക്ക് കൊടുത്താൽ മിഷൻ അത് പ്രയോജനമുണ്ട്, മിഷൻ അത് ആവശ്യമുണ്ട്. ഞാനൊരു പുതിയ വണ്ടി മേടിച്ചു കൊടുക്കാൻ എനിക്ക് കപ്പാസിറ്റി ഉണ്ടെങ്കിൽ നിങ്ങൾ മേടിച്ചു കൊടുക്കണം. പക്ഷെ എനിക്കത് കൊടുക്കാൻ കഴിവില്ല. എന്നാൽ എൻ്റെ കഴിയിലുള്ളത് ഞാൻ കൊടുക്കാൻ സന്മനസ് കാണിക്കുക. മൂന്നാമതായിട്ട് എനിക്ക് മിഷൻ പ്രവർത്തനത്തെക്കുറിച്ചൊരു കാര്യം നിങ്ങളോട് പറയാൻ ആഗ്രഹമുണ്ട്. നിങ്ങൾ മിഷൻ പ്രവർത്തനം കാണാൻ വരണം. ഈ ലോകത്തിലെ 7 അത്ഭുതങ്ങൾ കണ്ടവരാണ് നിങ്ങൾ. താജ്മഹൽ കണ്ടു, ഈഫൽ ഗോപുരം കണ്ടു, ചെരിഞ്ഞ മതിൽ കണ്ടു. നിങ്ങൾ വല്ലപ്പോഴൊക്കെ ഒന്ന് മിഷൻ. എൻ്റെ അടുത്ത് കുറേ പേര് വന്നിട്ട് പറയാറുണ്ട്, പിതാവേ ഞങ്ങൾ ആദ്യമായിട്ട് മിഷൻ കാണാൻ വരുന്നത്, പക്ഷെ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഞങ്ങൾ കുറേ വർഷങ്ങൾക്ക് മുൻപ് വരേണ്ടതായിരുന്നു. മിഷൻ കാണാൻ വരിക, മിഷന് കരം കൊടുക്കാൻ തയ്യാറാകുക. മിഷന് നിങ്ങൾക്ക് ആകെ കൂടെ ഞങ്ങളോട് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യമാണ്, പിതാവിന് ഇതുവരെ എവിടെയെങ്കിലും അടി കൊണ്ടോ എന്നാണ്. പിതാവിന് എവിടെയെങ്കിലും അടി കൊണ്ടാ? മിഷനിൽ നിങ്ങൾ വരാത്തത് പേടിച്ചിട്ടാ. അവിടെ വന്നു കഴിഞ്ഞാൽ ഇടി കൊള്ളും, അവിടെ വന്നു കഴിഞ്ഞാൽ അടി കൊള്ളും, അവരക്കറി. ഞാൻ പറയട്ടാ, അപൂർവം എവിടെയെങ്കിലുമൊക്കെ ചിലയിടത്തൊക്കെ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നിങ്ങളൊക്കെ മിഷനിലേക്ക് വരണം, മിഷനെ കാണാൻ തയ്യാറാകണം. ഞാൻ 2014 മിഷനിലേക്ക് പോയത്. ഇപ്പം ഞാൻ പോയിട്ട് 8 കൊല്ലം കഴിഞ്ഞു, 9ാമത്തെ കൊല്ലമാണ്. എന്നെ കാണുമ്പോൾ തൃശ്ശൂർക്കാരൊക്കെ ചോദിക്കുന്നുണ്ട്, ആൻഡ്രൂസ് പിതാവിന് വയസ്സായല്ലേ, റിട്ടയർ ചെയ്ത പിതാവ് ഇങ്ങോട്ട് വരാണോ? നിങ്ങളുടെ ഏറ്റവും വലിയ ആകുലത അതാണ്. ഞാനിങ്ങോട്ട് ഞാനൊരു കാര്യം പറയട്ടെ, മിഷനിൽ ധാരാളം സാധ്യതകളുണ്ട്. ആ സാധ്യതകളിൽ നമ്മൾ കരം കോർക്കാനായിട്ട് മുന്നോട്ട് വരണം. ധാരാളം പേരെ മുന്നോട്ട് വരണം. മിഷനിലെ മനുഷ്യർക്ക് ബലം കൊടുക്കാൻ നിങ്ങളുടെയൊക്കെ സന്ദർശനവും നിങ്ങളുടെയൊക്കെ സാന്നിധ്യവും ധാരാളം ഉപകാരം ചെയ്യും. നിങ്ങൾ ഇന്ന് എന്നെ കേട്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കർത്താവ് നമ്മെ 3 കൽപ്പനകളാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം. ഇത് എൻ്റെ ഓർമ്മയ്ക്കായി. 3, നിങ്ങൾ ലോകം മുഴുവൻ പോയി സകല ജാതികളോടും സുവിശേഷം പ്രസംഗിച്ച് വിശ്വസിക്കുന്നവർക്ക് മാമോദീസ നൽകുക. ഈ 3 കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? നിങ്ങളെന്താ എന്നെ തുറച്ചു നോക്കണേ? ഈ 3 കൽപ്പനകളിൽ ഏറ്റവും വലിയ കൽപ്പന ഏതാണ്? നിങ്ങൾ ലോകം മുഴുവൻ പോയി സർവ്വജാതികളോടും കർത്താവിൻ്റെ 2ാമത്തെ വരവിന് മുൻപ് കർത്താവിൻ്റെ സുവിശേഷം കേൾക്കാത്തതിൻ്റെ പേരിൽ മനസ്സ് തിരിഞ്ഞ് കർത്താവിലേക്ക് വരാൻ
കഴിയാതെ പോകുന്ന സർവ്വജനങ്ങളും അവരുടെ മാനസാന്തരത്തിന് തടസ്സം നിന്ന ഘടകം ആരാണെന്ന് കർത്താവ് ചോദിക്കുമ്പോൾ ഞാനും നിങ്ങളും ഉത്തരവാദികളാകും. അതുകൊണ്ട് തന്നെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുൻപ് കർത്താവിൻ്റെ രക്ഷയുടെ മാർഗം സർവ്വ മനുഷ്യരോട് അറിയിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. മക്കളെ, പിതാവിന് വേണ്ടി പ്രാർത്ഥിച്ചേക്കണം. മിഷന് മുഴുവൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചേക്കണം. നമ്മുടെ സഭ കുറേ കൂടെ മിഷണറി ചൈതന്യമുള്ളൊരു സഭയായിട്ട് മാറാൻ നമുക്ക് കഴിയട്ടെ. നിങ്ങൾ ചിലപ്പോൾ ഈ പന്തക്കുസ്തക്കാരെയൊക്കെ കുറ്റപ്പെടുത്തി പറയാറുണ്ട്. ഞാനും പന്തക്കുസ്തക്കാരോട് എതിർപ്പുള്ളൊക്കെ ആളാണ്. പക്ഷേ ഞാൻ ചിലപ്പോൾ കണ്ടിട്ടുള്ളത് കത്തോലിക്കനേക്കാൾ കാലുകൾക്ക് വേഗതയുള്ള ഒരു സഭയാണ് അവർ നടന്ന ഗ്രാമങ്ങളിൽ സർവ്വ മനുഷ്യരോടും. അതിൻ്റെ പേരിൽ നിങ്ങളൊക്കെ പോയി പന്തക്കുസ്തി ചേരരുത് കേട്ടോ, അതൊന്നും ശരിയല്ല. അത് അങ്ങനെയൊന്നും പിതാവ് പറഞ്ഞതിൻ്റെ പേരിൽ ഇല്ല. ഞാൻ ചിലപ്പോൾ അവരുടെ ആവേശം കണ്ടിട്ടുണ്ട്, അവരുടെ ആത്മസമർപ്പണം കണ്ടിട്ടുണ്ട്. എന്തൊരു ആത്മസമർപ്പണം, എന്തൊരു ആവേശമാണ്. അതുകൊണ്ട് നമുക്ക് മിഷന് വേണ്ടി പ്രാർത്ഥിക്കാം, മിഷനെ സ്നേഹിക്കാം, മിഷന് പറ്റാവുന്ന വിധത്തിൽ നമ്മളാൽ പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്കാം. ഞാനും നിങ്ങളും മിഷണറിമാരെന്ന നിലയ്ക്ക് മിഷനെ കാണാൻ പോവുകയും മിഷണറിമാരെ ബലപ്പെടുത്തുകയൊക്കെ ചെയ്യാൻ കാരണമാകട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത നമുക്ക് പ്രാർത്ഥിക്കാം. മംഗളവാർത്ത അറിയിച്ച മറിയം, അടുത്ത വാചകം എന്താണെന്നറിയാമോ? ഇതാ അവൾ തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ പോയത് സമതലത്തു കൂടിയാണോ? അവൾ പോയത് മലമ്പ്രദേശത്തോടു കൂടെ. അവൾ എവിടേക്കാ പോയത്? എലിസബത്തിൻ്റെ വീട്ടിലെ, എലിസബത്തിൻ്റെ ഉദരത്തിലെ ശിശു ജനിക്കുവോളം 3 മാസം അവളോടുകൂടെ താമസിച്ച് അവൾക്ക് ശുശ്രൂഷ ചെയ്തു. മിഷൻ പ്രവർത്തനം അതാണ്. ഒരു തിടുക്കമുണ്ടാകണം. കഷ്ടപ്പെടാൻ, മലമുകളിലേക്ക് കയറാൻ നമുക്ക് ചങ്കൂറ്റം ഉണ്ടാകണം. മറ്റുള്ളവരുടെ ഹൃദയങ്ങളിൽ കർത്താവ് ജനിക്കുവോളം അവിടെ കൂടെ നടന്ന് അവർക്ക് വഴി കാട്ടാൻ നമുക്ക് കഴിയട്ടെ. ദൈവം നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥവും സകല വിശുദ്ധന്മാരുടെ സംരക്ഷണവും ഉണ്ടാകട്ടെ. ആമീൻ.